ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ ഒരവസ്ഥ ഏതൊക്കെ വീട്ടിലുണ്ടെന്നൊന്ന് എനിക്ക് പറഞ്ഞു തരണേ. എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്ന അമ്മമാരുള്ള എല്ലാ വീട്ടിലെയും മിക്ക വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. കണ്ടോ ഡിയേഴ്സ്, കണ്ടോ ഇതെങ്ങനെ ഞാൻ മടക്കി വെക്കും? ഇത് വല്ലാത്തൊരു കഷ്ടപ്പാടില്ലേ അല്ലേ? ഇത് നമ്മൾ ഒരു സൺഡേ ഒരു സാറ്റർഡേ ഉണ്ടാവുന്ന സമയത്താണ് ഇതെല്ലാം കൂടി അടുക്കി പെറുക്കി മടക്കി വെക്കാനൊരു സമയം കിട്ടുക. കാരണം അല്ലാത്ത നമ്മൾ ഡെയിലി നമ്മൾ പോയിട്ട് വരുമ്പോഴേക്ക് നമ്മുടെ സമയം അവിടെ പോവില്ലേ. പിന്നെ വൈകിട്ട് അല്ലാത്ത അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവില്ലേ. അത് കഴിഞ്ഞ് ഈ ഫോൾഡിങ്ങിനും കൂടി ഉള്ളൊരു നേരം നമുക്കുണ്ടാവില്ല. ഇതിനൊരു വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എന്ത് കഷ്ടമല്ലേ. ക്ലീനിങ്ങും കുക്കിങ്ങും പാത്രം കഴുകലും എല്ലാം നമ്മുടെ ഡെയിലിയുള്ള പരിപാടികളാണ്. അതെല്ലാം എങ്ങനെയൊക്കെയോ നമ്മളൊരു ടൈം മാനേജ്മെൻറ്റിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകും. പക്ഷേ ഇതിനും കൂടെ ഉള്ളൊരു സമയം നമുക്ക് ശരിക്കും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ ജോലിക്ക് പോകുന്ന പാരൻസ് അമ്മമാർ റെസ്റ്റ്ലെസ് അല്ലേ. അവർ ഫുൾ ടൈം വർക്കിംഗ് അല്ലേ. വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാം, അവിടെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും നമ്മുടെ വീട്ടിലെ ജോലിയിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവും. ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു ലൈഫല്ലേ ഈ ജോലിക്ക് പോകുന്ന അമ്മമാർ. മേലെ ഇരിക്കുന്ന ഡ്രസ്സെല്ലാം കണ്ട് കിളി പോയ ഞാൻ എല്ലാം കൂടി അടുക്കി പെറുക്കി ഓരോന്നോരോന്നായിട്ട് മടക്കാൻ തുടങ്ങി. അങ്ങനെ സ്പീഡിൽ എങ്ങനെയൊക്കെയോ ഞാൻ ഓരോന്നോരോന്നായിട്ട് മടക്കി. ഇപ്പോൾ തറ ക്ലീൻ ചെയ്താൽ നല്ല നീറ്റായിട്ടുള്ള തറയാണ്. അപ്പം അവിടെ മടക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി ഇതാ കണ്ടില്ലേ കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ ഒരു സമാധാനമല്ലേ. മിക്കതും ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിടും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്നായിട്ട് ബെഡിൽ പുറത്ത് ഷീറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ അവിടെ നിന്നും ഡ്രസ്സ് ഉണങ്ങിയെടുത്ത് ഇങ്ങോട്ടേക്ക് ഇടും. അതാണ് നമ്മുടെ പതിവ് പല്ലവി. അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി പെറുക്കി ഒതുക്കി ക്ലീനാക്കി വെച്ചു കേട്ടോ. അപ്പം എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷായി. അപ്പോൾ ഈ അനുഭവം ഉള്ളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.